കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വിനാഗിരി ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ചാനലിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് തവണ കാർ ടെസ്റ്റ് മേടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര മൈൻഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിക്കാണ് അവർ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഈ സിറ്റുവേഷനിലൊക്കെ നോക്കുന്നത് കേട്ടോ. അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയാം, ഈ ടെസ്റ്റ് കിറ്റ് ഒന്നും നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവയല്ല. ഒട്ടും തന്നെ എനിക്ക് തോന്നുന്നു 1% ഒക്കെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷേ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും കറക്റ്റായിട്ട് കിട്ടാതെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പോസിറ്റീവ് കിട്ടിയാലും ഇതിൽ നെഗറ്റീവ് കിട്ടിയാലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണയായിട്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പറയുന്ന പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇപ്പോൾ പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നില്ല. പലരിലും ഉണ്ടാവുന്ന അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടും അവരുടെ ഫുഡ് ഹാബിറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുമാണ് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും പലർക്കും ഉണ്ടാവാത്തത്. പകരം ഉണ്ടാവുന്നത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണമായിരിക്കും. അതായത് കണ്ണിന് കാഴ്ച മങ്ങി പോവുക, അല്ലെങ്കിൽ മോണയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വയറിന് വേദന പോലെ ഇടക്കിടക്ക് വരിക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കും പല സ്ത്രീകൾക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുണ്ടാവുന്നത്. ചിലർ ഭയങ്കര വിവിഡ് ഡ്രീംസ്, അതായത് വിചിത്രങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ, നമ്മളെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാകുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ആ വരുന്ന ബ്ലീഡിങ് മുൻപത്തെ സമയങ്ങളെ അപേക്ഷിച്ച് എത്രത്തോളം ആണെന്നുള്ളതും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് പോയതെങ്കിൽ മസ്റ്റായിട്ട് അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കേസുകളിൽ പലർക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായത് ഒരു ദിവസമൊക്കെ ആയിരിക്കും. ചിലർക്ക് അര ദിവസമൊക്കെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ പലർക്കും 2-3 ദിവസമൊക്കെ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. മറ്റു ചില ആളുകൾക്ക് ത്രട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ട്. ചിലർക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ചിലർക്ക് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഡിസ്ചാർജോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലഡിൻ്റെ ഷെയ്ഡിലോ ബ്രൗൺ ഡിസ്ചാർജോ ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു കാർഡ് മേടിച്ച് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞത് ലാസ്റ്റ് ആവുമ്പോൾ പലരും സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷേ ഒരുപാട് വൈറ്റൽ ആയിട്ടുള്ള നിങ്ങൾ കേൾക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേട്ടോ. ഇനി വിനാഗിരി ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകളെ പറ്റിയിട്ടുള്ള വേറെയും വീഡിയോസ് ഉണ്ട്. നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ച് ചാർട്ട് ചെയ്യുന്ന ഇംപ്ലാന്റേഷൻ ഡിപ്പ്, അതുപോലെ യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്, പ്രഗ്നൻസി ടെസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം നമ്മൾ ചെയ്യുന്ന സോൾട്ട് വെച്ചിട്ട്, ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടൊക്കെ ഷാമ്പു വെച്ചിട്ടൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു ടെസ്റ്റാണ് വിനിഗർ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് കളറിലുള്ള വിനിഗർ നിങ്ങൾ എടുക്കുക. അങ്ങനെ പറയാനായിട്ട് കാരണം ചില സിറ്റുവേഷനിൽ ചിലരുടെ കയ്യിലേക്ക് ആപ്പിൾ സിഡർ വിനിഗറൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വിനിഗർ അല്ല നമുക്ക് വേണ്ടത്, വൈറ്റ് കളറിലെ ഷെയ്ഡുള്ള വിനിഗറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈസിലി നമുക്ക് സ്റ്റോഴ്സിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. 14-15 രൂപയുള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ 20 രൂപയെ താഴെ ആയിരിക്കും. അതല്ലെങ്കിൽ എല്ലാ വീടുകളിലും വിനിഗർ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിനിഗർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ടുള്ള വിനിഗർ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. പകുതി മൂടി തുറന്നിട്ടോ അല്ലെങ്കിൽ അങ്ങറ്റം വരെ എത്തിയിട്ടുള്ള വിനിഗറോ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഏകദേശം ഉപയോഗിച്ചിട്ട് പകുതി എത്തിയിട്ടുള്ള മിഡിലാണെങ്കിലും കാൽഭാഗം തീർന്നിട്ടുള്ള വിനിഗർ ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ പ്രശ്നമില്ല. പക്ഷെ തീരാറായത് നിങ്ങൾ ഉപയോഗിക്കേണ്ട. കാരണം അതിൻ്റെ അസിഡിറ്റിക് എഫക്റ്റിന് വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യം റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യത കുറച്ച് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വിനിഗർ നോക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് യൂറിൻ സാമ്പിളിൻ്റെ കാര്യത്തെ പറ്റി നോക്കാം. യൂറിൻ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും രാവിലെ ആദ്യത്തെ യൂറിനാണ്. അതിലായിരിക്കും HCG ഹോർമോണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം അതിന് മുൻപത്തെ സമയങ്ങളിലൊന്നും നമ്മൾ യൂറിൻ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്തുള്ള യൂറിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ ഹോർമോൺസിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് രാവിലെ ആദ്യത്തെ യൂറിൻ മാത്രം നിങ്ങൾ എടുക്കുക. അതിന് മുൻപായിട്ട് തലേ ദിവസം നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കുറച്ച് ക്രമീകരണങ്ങളുണ്ട്. ഇതെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കുക. നല്ലൊരു കുഞ്ഞു ടിന്നാണെങ്കിലും അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് വെക്കുക. ദെൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു പാത്രം തന്നെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് തന്നെ നിങ്ങളിതിന് എടുക്കണം. അല്ലാതെ പേപ്പർ ഗ്ലാസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല, കൃത്യം റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഒഴിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റണം. അതാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ടിന്നാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ തലേ ദിവസം തന്നെ നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് എടുക്കുക. യൂറിൻ സാമ്പിൾ നല്ലതുപോലെ കഴുകി അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതായത് പൊടിയോ മറ്റുള്ള എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമോ ഒക്കെ ഉള്ള പാത്രമൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിൽ നിങ്ങൾ യൂറിൻ എടുത്തിട്ട് കളക്ട് ചെയ്ത് വെക്കുക. ഒപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രമാണെങ്കിലും നല്ലതുപോലെ കഴുകി തുടച്ച് വെക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന്, നമ്മളിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ പൊടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഒരു തുണി എടുത്തിട്ട് പൊടി ജസ്റ്റ് ഒന്ന് തൂത്തതിന് ശേഷം നിങ്ങൾ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രം ഉപയോഗിക്കാം കേട്ടോ. ദെൻ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിലോട്ട് 2 ടീസ്പൂണിൽ വിനിഗർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു അളവ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം സൈസ് സ്പൂൺ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ആട്ടോ വിനിഗർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ അതുപോലെ വെക്കുക. നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ആ വിനിഗറിൻ്റെ ഒഴിച്ച യൂറിനിൽ കളറിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം അതൊരു ഗ്രീനിഷ് ആയിട്ടുള്ള എഫക്റ്റിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഒഴിച്ച കളറിൽ നിന്ന് മറ്റൊരു കളറിലോട്ടോ അത് ചേഞ്ച് ആകാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വിസിബിൾ ആണെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു കളർ ചേഞ്ചും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി നെഗറ്റീവ് ആണെന്നാണ്. നോർമലി നിങ്ങൾ ഉപയോഗിക്കുന്ന യൂറിൻ ക്ലൗഡി അല്ലാത്ത യൂറിൻ ആവണം. അതായത് ഒരുപാട് നേരം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ യൂറിനേറ്റ് ഒന്നും ചെയ്യാതെ കുറേ അധികം മണിക്കൂറുകളോളം നമ്മൾ വെക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് ഓൾറെഡി യൂറിൻ ക്ലൗഡഡ് ആയിട്ടുള്ളതുണ്ടാവും. അതായത് ഒരു പുക പോലെ അല്ലെങ്കിൽ ഒരു പതഞ്ഞിരിക്കുന്ന രീതിക്കുള്ള യൂറിൻ ഉണ്ടാകും. അങ്ങനെയുള്ള യൂറിൻ ആണെങ്കിൽ നമുക്ക് ഈ കളർ ചേഞ്ച് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ നോർമലി ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തലേ ദിവസം നിങ്ങളൊന്ന് യൂറിൻ സാമ്പിൾ എടുത്തിട്ടോ ഒന്ന് നോക്കണം. കാരണം നിങ്ങളുടെ യൂറിൻ ക്ലൗഡി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അങ്ങനെ അല്ലാത്ത നല്ല തെളിഞ്ഞ രീതിക്കുള്ള യൂറിൻ ആണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ ചേഞ്ച് വിസിബിൾ ആവും. ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതിയാകും. ഈ യൂറിൻ സാമ്പിളിലോട്ട് നിങ്ങൾ വിനിഗർ ഒഴിച്ചിട്ട് ഗ്ലാസ് വെച്ച് തന്നെ പയ്യൊന്ന് വട്ടത്തിൽ കറക്കിയാൽ മതി കേട്ടോ. പയ്യൊന്ന് അനക്കി കൊടുത്തു കഴിയുമ്പോൾ അതങ്ങനെ മിക്സ് ആയിക്കോളും രണ്ടും കൂടി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കളക്ട് ചെയ്ത യൂറിനിൽ നിന്നും കുറച്ചൊന്ന് മാറിയിട്ടൊരു കളർ ചേഞ്ചസ് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം. കാരണം ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വിനിഗർ, പ്രോപ്പർലി എയർ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള വിനിഗർ മാത്രമേ നിങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യം റിസൾട്ട് കിട്ടില്ല. ഒപ്പം രണ്ടാമതായിട്ട് ഇപ്പോൾ നിങ്ങൾ രാവിലെ ആദ്യത്തെ യൂറിൻ എടുക്കാനായിട്ട് ചേച്ചി പറഞ്ഞു. ഇതിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് കിടന്നിട്ട് 1 മണിയാകുമ്പോൾ വെള്ളം കുടിക്കുന്നു, 2 മണിക്ക് വെള്ളം കുടിക്കുന്നു, 3 മണിക്ക് വെള്ളം കുടിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യൂറിൻ നിങ്ങളുടെ ഡൈല്യൂട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ യൂറിൻ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഴുന്നേറ്റ് കഴിയുമ്പോൾ അടിവേറ് വേദന ഉണ്ടാകും. അത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് കൃത്യമായിട്ടുള്ള യൂറിൻ നമുക്ക് കിട്ടൂല, ഡൈല്യൂട്ട് ആയി പോകും. ഡൈല്യൂട്ട് ആയിട്ടുള്ള യൂറിനിൽ ഒരിക്കലും പ്രഗ്നൻസി ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏർലി ടെസ്റ്റ് പാടില്ല. അതായത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കരുത്, റിസൾട്ട് കിട്ടില്ല. ഏകദേശം പീരിയഡ്സ് ആകുന്നതിന് 1 ദിവസം മുൻപൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഏകദേശം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഒരു HCG ഹോർമോൺ കുറച്ചൊന്ന് കൂടി വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യം അല്ലെങ്കിലും കുറച്ചൊന്ന് നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ രാവിലെ ആദ്യത്തെ യൂറിൻ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് യൂറിനേറ്റ് ചെയ്യുന്നില്ല എന്നും ഉറപ്പ് വരുത്തണം കേട്ടോ. ഇടയ്ക്കൊരു 3-4 മണിക്കൂറിനകത്ത് നിങ്ങൾ യൂറിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു യൂറിനിൽ ഒരിക്കലും HCGയുടെ അളവ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കൃത്യമാകാതിരിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് കൃത്യമായിട്ട് തന്നെ ഈ റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും കേട്ടോ. തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കാർഡ് മേടിച്ചിട്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി മാത്രം. അങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്ന ആൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, മസ്റ്റായിട്ട് നിങ്ങൾ കാർഡ് മേടിച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.